നമുക്കറിയാം മാലിന്യ സംസ്കരണം നമ്മുടെ നാടിൻ്റെ വലിയൊരു തലവേദന എന്നതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെയും അതല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റുകളുടെയും വലിയ ഇൻഡസ്ട്രികളുടെയും വലിയൊരു തലവേദനയാണ്. നിയമപ്രകാരമുള്ള എല്ലാ പ്ലാന്റുകളും അതല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടാകും. ഇതൊന്നും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന സാഹചര്യം അല്ല നമ്മുടെ നാട്ടിലെ പല വ്യാപാര സ്ഥാപനങ്ങളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും. ഇത്തരം ഘട്ടങ്ങളിൽ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ വളരെ ഭീതിയോട് കൂടിയിട്ടാണ് പലരും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. കാരണം ഇതിനകത്തുള്ള പ്ലാന്റുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള സാഹചര്യം പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നാണെങ്കിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണെങ്കിലും പൊതുജനങ്ങളിൽ നിന്നും വലിയ എതിർപ്പും അതല്ലെങ്കിൽ ഫൈൻ വരുമെന്നുള്ള ഭീതിയോട് കൂടിയിട്ടാണ് പലരും ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ യാതൊരു കാരണവശാലും നമ്മൾ ഇതിനെ ഭീതിയോട് കൂടി നോക്കിക്കാണാതെ കൃത്യമായ ഒരു ഗൈഡൻസ് കിട്ടി നിലവിലുള്ള പ്ലാന്റിനകത്ത് എന്താണോ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് അതല്ലെങ്കിൽ നിലവിലുള്ള പ്ലാന്റിനെ എങ്ങനെ കാര്യക്ഷമമായി നമുക്ക് പ്രവർത്തിപ്പിക്കാം എന്നുള്ള ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തെ വലിയ തലവേദനയായി പേടിയോടുകൂടി നോക്കിക്കാണുന്ന ഒരു വിഷയത്തെ നമുക്ക് വളരെ ശാസ്ത്രീയമായിട്ടും സുഗമമായിട്ടും ആ പ്ലാന്റ് വർക്ക് ചെയ്യിക്കുന്നതിന് സാധിക്കും. ഇങ്ങനെ ഒരുപാട് കേസ് സ്റ്റഡീസ് വരികയും നിരവധി പ്ലാന്റുകളെ റീവാമ്പ് ചെയ്ത് വർഷങ്ങളായി ഇത്തരം പ്ലാന്റുകളുടെ മെയിൻ്റനൻസ് ഏറ്റെടുക്കുന്നതിനും അവരുമായി വളരെ നല്ല ഒരു ബന്ധം നിലനിർത്തുന്നതിനും സാധിച്ചിട്ടുണ്ട്. Northam's, leading to zero waste.